ഒരിക്കലും പള്ളി പോകാത്തവനും പള്ളിയിൽ പോകുന്ന ദിവസം എന്നാണ്? ദുഃഖവെള്ളി അല്ലേ? ഇനിയിപ്പോ ഓല മേടിക്കാനൊക്കെ എല്ലാവരും വരും. ശ്രദ്ധിച്ചേ, ഒരിക്കലും പള്ളി പോകാത്തവരൊക്കെ ഓല മേടിക്കാൻ വരുമ്പോൾ, ദുഃഖവെള്ളിക്ക് മാത്രം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓല മേടിച്ചും ദുഃഖവെള്ളിയുടെ പാപപരിഹാര പ്രദക്ഷിണത്തിൽ പങ്കെടുത്തും മാത്രം വെറും ഒരു സാധാരണ ക്രിസ്ത്യാനിയാകാനല്ല, മറിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങി. എന്ത് ചെയ്യണം? കുമ്പസാരിച്ച് ഒരുങ്ങി ആത്മീയമായി നമ്മൾ സാത്താന്റെ പിടിയിൽ നിന്നും ഒരു വിടുതൽ പ്രാപിച്ചു വേണം ഈ നാളുകളിൽ നമ്മൾ ആയിരിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ കുമ്പസാരിക്കാൻ സാധിച്ചോ? ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ കുമ്പസാരിക്കാൻ അവസരം കിട്ടുന്നുണ്ടോ? കിട്ടുന്ന അവസരം ഉപയോഗിച്ചോണം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ കുമ്പസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലര് നാളെ ആവട്ടെ എന്നും പറഞ്ഞ് നടക്കും. നാളെ നീളെ അത് നടക്കില്ല. കിട്ടുന്ന അവസരത്തിൽ കുമ്പസാരിച്ച് ആത്മീയമായൊരു വിശുദ്ധീകരണം പ്രാപിക്കണം. നമ്മുടെ മുമ്പില് 1 പത്രോസ് 2-ാം അധ്യായം 24-ാം വചനം. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് പത്രോസ് ശ്ലീഹ നൽകുന്ന ഈ വലിയ ആത്മീയ സന്ദേശം ഒന്ന് സ്വീകരിച്ച് ഒച്ചത്തിൽ പറയാ, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 1-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 1. 8-ാം അധ്യായം 1-ാം തിരുവചനം. ഒരു കുഞ്ഞു വചനം വായിച്ചേ. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഇനി നീ പാപത്തെക്കുറിച്ച് ഓർത്തോണ്ടിരിക്കണോ? വേണോ? പറ. വേണ്ട. കാരണം നമുക്ക് വേണ്ടി ഈശോ കുരിശിൽ മരിച്ചു. ആ മരണം നമുക്ക് നൽകുന്ന വലിയ രക്ഷ എന്ന് പറയുന്നത് സകല പാപങ്ങളിൽ നിന്നും നമുക്കുള്ള വിടുതലാണ്, സൗജന്യ രക്ഷയാണ്. ഹല്ലേലൂയ.